ഇപ്പോ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ പങ്കിടുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരാവട്ടെ, വലതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ കക്ഷികളാവട്ടെ, ആരും ആവട്ടെ, ഏത് പാർട്ടി ആവട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇതെല്ലാം ജനിച്ചത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന തീച്ചുളയിലായിരുന്നു. സ്വാതന്ത്ര്യ സമരം ഒരു വലിയ വലിയ അടുപ്പാണ് നിങ്ങൾ സങ്കല്പിക്കുക. ആ തീച്ചുളയിൽ നിന്നുള്ള കനലുകളായിട്ടാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം ജനിച്ചത്. പിന്നെ പല വഴിക്ക് പിരിഞ്ഞു, അത്രേ ഉള്ളൂ. പല വഴിക്ക് പിരിഞ്ഞിട്ടുണ്ട്, പല അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെതായ അഭിപ്രായമുണ്ട്, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്ന് ആ പറഞ്ഞ സമരങ്ങളിൽ എവിടെയും പങ്കെടുക്കാത്ത, ആ കനലുകൾ ഒരിക്കലും പങ്കിടാത്ത ആളുകൾ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ആളുകളായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയുടെ ഭരണം കൈയാളുന്ന RSS എന്ന സംഘടനയുടെ നിലവിലുള്ള ചിത്രം എന്താണ് എന്നാണ് നരേന്ദ്രമോദി ഇന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗമായി അവതരിപ്പിച്ചത്. ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയില്ല. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ഏറ്റവും അഭിമാനകരമായ സംഘടനയുടെ പേര് RSS എന്നാണ്. എന്നാര് പറയുന്നു? മൂപ്പര് തന്നെ പറയുന്നു. അങ്ങനെയാണ്. RSSന്റെ ശാഖയിൽ ട്രൗസറൊക്കെ ഇട്ട് വളർന്നൊരു ബാല്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പറയുന്നു RSS ആണ് മഹത്തായ സംഘടന. അങ്ങനെ ഉണ്ടല്ലോ ഏതൊരു സിനിമയില് ഒരു താരം, ഞാൻ എന്നെ വിമൽകുമാർ എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ, എന്റെ സംഘടനയാണ് ലോകത്തിലെ ഏറ്റവും നല്ല സംഘടന എന്ന് മൂപ്പര് പറയുന്നു. ആ വാചകം അവിടെ നിൽക്കുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടന RSS ആണെന്നാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സമരത്തിന്റെ, ജനാധിപത്യപരമായ ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു സമരത്തിന്റെ പന്തലിൽ RSS അണിനിരന്നിട്ടുണ്ടോ?